എക്സ്പ്ലോറിങ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം വ്ളോഗ് നിർത്തിയില്ല, കാരണം ടയേർഡായിരുന്നു. ഇന്ന് നമ്മൾ ട്രെയിനിൽ എവിടെയൊക്കെ പോവാണ്, പ്രാവശ്യം നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അസിൻ്റെ ഫ്രണ്ടുണ്ട് കൂടെ, ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ച് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കണം. ഇപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിനിലാണ് ഇന്ന് പോകുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ഒക്കെ പഴയ ഒരു സംഭവം കേട്ടോ. എന്നുവെച്ചാൽ നല്ല രസമല്ലേ പഴയ, എനിക്ക് പഴയൊരു സംഭവം. ഈ തൂണൊക്കെ നോക്കി, ഇതൊക്കെ പഴയ ഇതിൽ കാണണല്ലേ. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അപ്പം നമ്മൾ നടക്കുന്നത് ട്രെയിനിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ഉപ്പേ ഫസ്റ്റാ? ഇവിടെ തന്നെ ഫസ്റ്റാണ്. അപ്പോൾ ഇതാ ട്രെയിനുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. പഠിച്ചോനെ പേടിയാവണില്ലേ? എനിക്ക് പേടിയാട്ടോ സംഭവം. എനിക്ക് ഇതിലേക്ക് വീഴുമെന്നുള്ള പേടിയാണ്. മുംബൈ CSMT ഇതാ നമ്മളത്. നമ്മളിതാ ട്രെയിൻ കയറാൻ വേണ്ടി പോവാ കേട്ടോ. ഞാൻ ബസ്സിൻ്റെ അവിടെ നിന്നൊക്കെ ട്രെയിൻ കയറിക്കണമെങ്കിലും മുംബൈ റെയിൽവേ സ്റ്റേഷൻ ഇത് പൊളിക്കും. അപ്പം ട്രെയിൻ എടുത്തു. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കേണ്ട. സത്യം പറയാൻ നമുക്ക് അറിയില്ലല്ലോ ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന്. ഓരോ സ്ഥലങ്ങൾ കണ്ടു. ട്രെയിനിൽ ഇങ്ങനെ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതാ ഇത് ഏതൊരു പ്ലാറ്റ്ഫോം ആട്ടോ. ഇനി ഇവിടുത്തെ ട്രെയിൻ കയറുന്നുണ്ടോ? ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങണ ചൂടാട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു ഇതെന്താടാ, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഉസ്കാ നാം ക്യാ ഹൈ ഭയ്യ? മസാല മിൽക്ക്. ആ, ഇത് മസാല മിൽക്ക് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമായോ? ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലേ, നട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ സാഫ്രോൺ. അപ്പൊ നമ്മള് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഇത് ഏത് റെസ്റ്റോറൻറ്റാ? ഏതൊരു സൂഫിക്കാരൻ റെസ്റ്റോറന്റ് അത്ര. സൂഫി, അതന്നെ ഞാൻ പറഞ്ഞത്, സൂഫി റെസ്റ്റോറന്റ്. ആ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാനാണ് ഇവിടെ ടാസ്ക്. നമ്മളിപ്പോൾ ഇതാ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. മുംബൈ മാർക്കറ്റ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാനിതാ ഈ ചെരുപ്പൊന്ന് മേടിച്ചു. ഈ ചെരുപ്പ് മേടിക്കാൻ കാരണം എന്താ, ഇപ്പം എൻ്റെ കാല് പൊട്ടിട്ടോ. പൊട്ടിയപ്പോൾ ഇതാ അതിങ്ങനെ കവറിലാക്കി പുതിയ ചെരുപ്പ് കേട്ടോ. ഇതിടാൻ നല്ല സുഖമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ മാർക്കറ്റുകളൊക്കെ. ജസ്റ്റ് ഇപ്പോൾ മുംബൈയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസമാണിത്. നല്ല രസമുണ്ട് അല്ലേ? ഇതൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനത്തെ ഏജ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറിക്കാണ് കേട്ടോ. വെറുതെ ജസ്റ്റൊക്കെ ഒന്ന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് മോളാണല്ലോ. പുറത്തുകൂടി ഇറക്കി കയറിയപ്പോൾ വേറെതായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാലോ വാങ്ങിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് കയറിയിട്ടാണ്. നല്ല നല്ല സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. എന്താ ഇഷ്ടമായോ? ഇപ്പത്തെ അങ്ങനെ ഷർട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സാധനമാണ്. ഇതെന്താ? മലായി ആണ് കേട്ടോ ഈ സാധനം. ഇതൊന്ന് കഴിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം.
Malay. Very nice. ഞങ്ങൾ മലായ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് 50 രൂപ കേട്ടോടെ. പിന്നെ ഇതാ ഈ സാധനം, ഇതെന്താ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് അല്ല കപ്പലണ്ടി, സോറി തെറ്റിപ്പോയതാട്ടോ. അതും അത്യാവശ്യം നല്ല ഷോപ്പൊക്കെ എല്ലാം ക്ലോസ് ചെയ്തു. നമ്മൾ വീട്ടിൽ പോയല്ലപ്പ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മുംബൈ എക്സ്പീരിയൻസ്? രക്ഷയില്ലല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ താജ് ഹോട്ടല്. നമ്മള് വെറുതെ ഇറങ്ങിയല്ലോ അതൊക്കെ കാണാന്. അവിടെ വെള്ളം, ബീച്ച് ഇത് കായല് ഇത് കാണണമെന്ന് കൊറേ പൂതി ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് മെറൈൻ ഡ്രൈവ് അല്ലേ, മെറൈൻ ഡ്രൈവിലോട്ടോ. അല്ല അവിടെ നോക്കിയേ എന്തോരം ആൾക്കാരല്ലേ അമ്മ. അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. അതീവിന്റെ കൈ പിടിക്കണം കേട്ടോ. സുഖമായിട്ട് ചാടാൻ പറ്റും ഈ സ്ഥലം, അതുകൊണ്ട് കൈ സേഫ്റ്റി മുഖ്യം. അതോ ഇഷ്ടായോ? കിട്ടുണ്ടോ?